പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിന്റെ കൃപാവരങ്ങൾ ചൊരിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഈ കൂട്ടായ്മയെയും ഞങ്ങളുടെ കാർമൽ ധ്യാന കേന്ദ്രത്തെയും എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി സന്തോഷത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ മക്കൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കൃപ ലഭിക്കുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ദിവികാരുണ്യ ജപമാല പ്രദക്ഷിണത്തിന്റെ വാഹനം ഏകദേശം നിർമ്മാണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതിന്റെ സർവീസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ നിയമപരമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം തന്നെ നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ, ഇനിയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും സഹകരിക്കാനും ചേർന്ന് നിൽക്കാനും താല്പര്യമുള്ളവരൊക്കെ യാത്രയ്ക്ക് പോകാനും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ യാത്രകള്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അവസാനത്തെ നിർമ്മാണത്തിന്റെ പണികളുടെ അവസ്ഥ ഭയങ്കരമായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ പങ്കുചേരാൻ ആർക്കെങ്കിലൊക്കെ മനസ്സുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, അതിലേറെ ഞാൻ പറയും, ദൈവ വിളിയുണ്ടെങ്കിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് ശുശ്രൂഷ മുടങ്ങാതെ ഇനി ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണേ. ആരോഗ്യവും അഭിഷേകവും ശക്തിയും എന്ത്, എങ്ങനെ, എപ്പോൾ, ആരൊക്കെ എന്നൊക്കെ പ്രാർത്ഥിച്ചു തീരുമാനിക്കാനുള്ള ജ്ഞാനവും അഭിഷേകവും സ്വർഗത്തിൽ നിന്ന് അച്ഛൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മുടെ ധ്യാനങ്ങള്, ഈ അടുത്ത ധ്യാനം നമുക്ക് വരുന്നത് ഈ മാസം 30, 31, 1 പിന്നെ നമ്മുടെ രണ്ടാം ശനി കൺവെൻഷൻ ഇപ്പൊ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ചയൊക്കെ കൊല്ലത്തുനിന്ന് ഒരു വണ്ടി നിറയെ പിന്നെ കുറെ ആളുകൾക്ക് വന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അനേകം പേര് രണ്ടാം ശനി കൺവെൻഷൻ വരുന്നുണ്ട്, ധ്യാനങ്ങൾക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കാത്തവര് പങ്കെടുക്കണം, പങ്കെടുക്കുന്നവര് തുടർന്നും പങ്കെടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ധ്യാന കേന്ദ്രം, നമ്മുടെ ശുശ്രൂഷ അതിശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം യെശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കത്തില്ല, നടന്നാൽ അവർ തളരുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. ഏത് അവസ്ഥയിലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. ചിലപ്പോൾ തളർച്ച വന്നേക്കാം, ക്ഷീണിച്ചു പോയേക്കാം, ഒത്തിരിയേറെ തോൽവികൾ സംഭവിച്ചേക്കാം. എന്നാലും ഏതവസ്ഥയിലും, പരീക്ഷ കാലമായതുകൊണ്ട് പല തോൽവികളും പല വിചാരിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെയും തടസ്സപ്പെട്ടൊക്കെ അനേക മക്കള് വേദനിക്കുന്നു. കർത്താവിന്റെ മക്കളെ പരിഗണന ശ്രദ്ധിക്കുക. ഏതവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. ഒരു രോഗം, ഒരു വേദന, ഒരു തോൽവി, ഒരു കുറവ്, ഒരു തടസ്സം എന്തെന്നറിയോ? ദൈവത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കാനാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? വീണ്ടും ശക്തി പ്രാപിക്കും. മാത്രമല്ല, അങ്ങനെ ആശ്രയിച്ച് പോകുന്നവനെ കുറിച്ച് കർത്താവ് പറയാ, കഴുകനെ പോലെ ചിറകടിച്ചുയരും. കഴുകനെ പോലെ. കഴുകിന്റെ ചരിത്രം പഠിക്കുമ്പോ ഒത്തിരി കഷ്ടപ്പാട്, ഒത്തിരി പരിശീലനങ്ങള്, ഒത്തിരി തോൽവികള്, ഒത്തിരി വീഴ്ചകള് ഇതൊക്കെയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ആശ്രയത്വത്തിന്റെ കരുത്തില് അവര് ചിറകടിച്ച് പറന്ന് ഉയരുന്നു. അതുപോലെ കർത്താവിൽ ആശ്രയിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. എന്തു വന്നാലും സർവാധിപനും സർവശക്തനുമായ കർത്താവ്, എല്ലാത്തിനും സൃഷ്ടാവും പരിപാലകനുമായ കർത്താവ്, ആ കർത്താവിൽ ആശ്രയിക്കും. അവൻ ഓടിയാൽ തളരില്ല,
അവൻ നടന്നാൽ ക്ഷീണിക്കത്തില്ല. അവന്റെ ആശ്രയം കർത്താവാണ്. അതുപോലെ നമ്മുടെ മക്കള് ഈ അവസ്ഥയിലും ഏതവസ്ഥയിലും കർത്താവിൽ ആശ്രയിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയർന്ന് അവർ തളരാതെ, അവർ വീഴാതെ മുന്നോട്ട് പോകണം. ഒരു അഭിഷേകം മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം പങ്കെടുക്കുന്ന മക്കളെ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിൽ ആശ്രയിക്കും, ഞാൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും, ഞാൻ ഓടും, ഞാൻ നടക്കും, ഞാൻ ക്ഷീണിക്കാതെ തളരാതെ എന്റെ കർത്താവിൽ ഞാൻ മുന്നോട്ട് പോകും. വലിയ അഭിഷേകമായി മാറട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പറയാണ്, വേണ്ടി പ്രാർത്ഥിക്കണേ, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകിച്ചും നമ്മുടെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന്റെ കൂടെ വേണം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വലിയ കൂട്ടായ്മയെ, ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളെ ഒരുമയോടെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അതിനെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുന്ന അങ്ങയുടെ മഹാകരുണയിലേക്ക് ഈശോയെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കള് കർത്താവെ അങ്ങയിൽ ആശ്രയിക്കട്ടെ, അങ്ങയിൽ ചരണപ്പെടട്ടെ. ഏതവസ്ഥയിലും, പ്രത്യേകിച്ച് ഇപ്പോ ഞങ്ങളുടെ മക്കളുടെ പല പല പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, എടുക്കേണ്ട തീരുമാനങ്ങള്, പരീക്ഷ വിജയം, അതിനുള്ള തടസ്സങ്ങള്, കർത്താവേ, ഇതിലൊക്കെ ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ ആശ്രയിക്കട്ടെ, വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. അടുകനെ പോലെ ഞങ്ങളുടെ മക്കൾ ചിറകടിച്ചുയരട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ തളരരുത്, അവർ ക്ഷീണിക്കരുത്. പൂർവാധികം ശക്തിയോടെ കരുത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് പറന്ന് പറന്ന് ചിറകടിച്ച് ഉയരാൻ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ. അതുപോലെ ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ ആശ്രയിക്കട്ടെ, അങ്ങയിൽ ഉറച്ചു നിൽക്കട്ടെ, അങ്ങനെ ശക്തിയാൽ നിറയപ്പെടട്ടെ. അതിനുവേണ്ടി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കരം ഉയർത്തിയിരിക്കുന്നത് സർവാധിപനും സർവശക്തനുമായ കർത്താവേ അങ്ങയുടെ മുമ്പിലാണ്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഈ കരങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഈ വാഗ്ദാനം ഞങ്ങളുടെ മക്കളിലും പൂർത്തീകരിക്കണമേ. ഈ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ടും നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും ഈ വചനത്തോട് ചേർത്ത് വെച്ച് ദിവ്യാനുസരണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ സ്വന്തമായി ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ എപ്പോഴും എല്ലായ്പ്പോഴും അങ്ങയിൽ ആശ്രയിച്ച് അങ്ങ് പറഞ്ഞ പോലെ വിജയം വരിക്കാൻ, ചിറകടിച്ചുയരാൻ, തളരാതെ ക്ഷീണിക്കാതെ മുന്നോട്ട് പോകാൻ കൃപ നൽകി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.